ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകം 17-ാം അധ്യായം 26-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കുവാൻ ഈ അഗ്രചാർമ്മിയായ ഫിലിസ്ത്യൻ ആര് എന്ന് പറഞ്ഞു. ദാവീദ് പറയുന്ന വാക്കുകളുടെ സംക്ഷിപ്ത രൂപമാണ് നാം വായിച്ചു കേട്ടത്. രണ്ട് പ്രധാനപ്പെട്ട ആത്മീക സത്യങ്ങൾ നാം വായിച്ച ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഇസ്രയേൽ സൈന്യത്തെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സേനകൾ എന്നാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സർവാധിപന്മാരായ സേനകൾ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന ആളുകൾ, അവരാണ് ദൈവത്തിൻ്റെ സേനകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ട്, ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കുവാൻ ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കുവാൻ ഇസ്രയേലിനോട് യാതൊരു ബന്ധവുമില്ലാത്ത അഗ്രചർമ്മിയായ ഫിലിസ്ത്യന് യാതൊരു അവകാശവുമില്ല, അധികാരമില്ല, ശക്തിയില്ല, വ്യക്തിത്വമില്ല. അങ്ങനെ ഉള്ള ഈ അഗ്രചർമ്മിയായ ആൾ ഫിലിസ്ത്യനെ അങ്ങനെയാണ് ദാവീദ് വിശേഷിപ്പിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ സേനകൾ എന്ന് ദൈവത്തിൻ്റെ ജനത്തെ വിശേഷിപ്പിക്കുമ്പോൾ തൻ്റെ ശത്രുവായ ഗോല്യാത്തിനെ ഒരു ഫിലിസ്ത്യനെന്നും അഗ്രചർമ്മി എന്നും വിളിച്ച് നിസ്സാരനാക്കുന്നത് കാണാൻ കഴിയും. നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ശത്രുവിൻ്റെ ഒന്നുമില്ലായ്മ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.